ഹലോ. അപ്പോൾ സന്തോഷം വരുമ്പോൾ മധുരം കഴിക്കണം എന്നാണല്ലോ. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ പുറത്തുണ്ടാക്കിയ ഒരു മധുരമാണ് കേട്ടത്. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പും അതുപോലെ നമ്മുടെ ചവ്വരിയും കൂടെ വെച്ചിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നത്. ഈ ചെറുപയർ പരിപ്പിൻ്റെ കൂടെ ചവ്വരി ചേരുമോയെന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണേ. അപ്പോൾ അതേ ചവ്വരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചെറുപയർ ഒന്ന് വറുത്ത് കുക്കറിൽ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചവ്വരി ഇതുപോലെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി നല്ല പച്ചവെള്ളത്തിലൊന്ന് കഴുകി ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ചെറുപയർ പായസത്തിൻ്റെയൊക്കെ കൂടെ തേങ്ങാപ്പാലായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ തേങ്ങാപ്പാൽ എടുക്കാൻ മാത്രം തേങ്ങ ഇവിടെ ഇല്ലാത്തത് കാരണം കുട്ടനും ചിന്തുവും കൂടെ പോയിട്ട് പാല് മേടിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവർ പാലൊക്കെ കൊണ്ടുവന്നു. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ പാലിലൊന്ന് തിളച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ തിളപ്പിച്ചെടുത്ത ശേഷം ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അലങ്കാരപ്പണികൾ കൂടെ ചേർത്താൽ നമ്മുടെ പായസം ഇവിടെ കിട്ടിയിട്ടോ. അപ്പോൾ എൻ്റെ ഈ പായസം കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായോ എങ്ങനെയാണെന്നുള്ളത് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.